ഇന്ന് ചത്തൺ മെനുവിൽ ഞാൻ തക്കാളി കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കറിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. ചപ്പാത്തിയുടെ കൂടെ മാത്രമല്ല, ഇത് പൂരിയുടെ കൂടെ, ഇഡ്ഡലി, അതേപോലെ തന്നെ ദോശ, പിന്നെ പുലാവ്, അതുപോലുള്ള റൈസ് ഐറ്റംസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷനാണിത്. ചത്തൺ മെനു ആദ്യമായിട്ട് കാണുന്നവരോട് ഞാൻ നീത്തു. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്ത പ്രാവശ്യം വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള മെയിനായിട്ട് വേണ്ടത് സവോള പിന്നെ തക്കാളിയാണ്. അപ്പോൾ സവോള ഞാൻ 2 മീഡിയം സൈസുള്ള സവോള നീളത്തിൽ അരിഞ്ഞതാണിത്. അപ്പോൾ നൈസായിട്ട് അരിയുകയാണെങ്കിൽ കൂടുതലും നല്ലത്. അപ്പോൾ ചെറുതായിട്ട് നമ്മൾ ചോപ്പ് ചെയ്തിട്ട് എടുക്കരുത്, ഇതുപോലെ നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 3 തക്കാളിയാണ്. നല്ല വലിപ്പമുള്ള 3 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 3 തക്കാളി എടുക്കുകയാണെങ്കിൽ 2 സവോള എന്നുള്ള കണക്കിൽ എടുക്കുക. അപ്പം പുളി അധികം ഇല്ലാത്ത തക്കാളി എടുക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. പിന്നെ വേണ്ടത് തേങ്ങയാണ്. തേങ്ങ നമുക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാനിവിടെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്, 1 സ്പൂൺ മതിയാവും. ബാക്കിയുള്ള ചേരുവകൾ ഞാൻ വഴിയെ ഉണ്ടാക്കുമ്പോൾ പറഞ്ഞുതരാം. അപ്പം അധികം ഒന്നുമില്ല, ചെറിയ രീതിയിലുള്ള സ്പൈസസ് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഗ്രേവി ഒന്ന് പ്രിപ്പയർ ചെയ്യാം. അതായത് നമുക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ പൊട്ടുകടല എടുത്തിട്ടുണ്ട്. പൊട്ടുകടല എന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു റെസിപ്പി ഇട്ട സമയത്ത് ഒരുപാട് പേര് ചോദിച്ചു എന്താ പൊട്ടുകടല എന്നുള്ളത്. അപ്പം നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടുള്ള കടലപ്പരിപ്പാണിത്, പൊട്ടുകടല. ഇത് നമുക്ക് ചട്നിയുടെ കൂടെയൊക്കെ അരച്ചെടുക്കാൻ നല്ല കൊഴുപ്പ് കിട്ടും നമ്മുടെ ചട്നിക്ക്. അപ്പം അത് ഞാൻ ഏകദേശം 1.5 ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുത്തതാണ്, കാരണം അതിനൊരു പച്ച ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തതാണിത്. അപ്പോൾ കരിഞ്ഞു പോകാതെ സൂക്ഷിക്കുക, ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും നമ്മൾ ചൂടാക്കുന്ന സമയത്ത്. അപ്പോൾ അത് സൂക്ഷിക്കാം. ഇനി നമ്മളിതൊന്ന് ചട്നി ജാറിലേക്ക് എടുക്കാം. നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഞാൻ 1.5 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ കാഷ്യൂനട്ട് ചേർക്കാം. നമ്മൾ കാഷ്യൂനട്ട് കുതിർത്ത് വെച്ചിട്ട് ഏകദേശം ഒരു 5-6 കാഷ്യൂനട്ട് എടുത്തിട്ട് ഇതിന് പകരമായിട്ട് ചേർക്കാം. പിന്നെ വേണ്ടത് തേങ്ങയാണ്. ഞാൻ കൈയളവാണ് പറയുന്നത്. ഏകദേശം ഒരു 2.5 പിടി തേങ്ങ എടുക്കുക. പലരുടെ കയ്യിൽ മെഷർമെൻറ്റ് കപ്പ് ഉണ്ടാവണമെന്നില്ല, അതുകൊണ്ട് ഞാൻ കൈയളവ് പറഞ്ഞതാണ്. മെഷർമെൻറ്റ് കപ്പാണ് എടുക്കുന്നതെങ്കിൽ ഏകദേശം ഒരു 1/2 കപ്പ് തേങ്ങ ഉണ്ടാവും. പിന്നെ വേണ്ടത് പെരുംജീരകമാണ്. പെരുംജീരകം ഞാൻ ഏകദേശം ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം എടുത്തിട്ടുണ്ട്. നമ്മൾ വീണ്ടും പെരുംജീരകം നമ്മൾ സ്പൈസസിൻ്റെ കൂടെ ഇടും. അപ്പോൾ നമ്മൾ അരക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എടുക്കുക, 1/4 ടീസ്പൂൺ മതിയാവും. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളം ചേർക്കുക. അപ്പോൾ ഇത്രയും വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ നല്ല കട്ടിയിൽ പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. നോക്കിക്കേ, ഞാൻ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല കട്ടിയിൽ തന്നെ അരയ്ക്കുക. നമുക്ക് ഗ്രേവി അതിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് പിന്നീട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പക്ഷെ അരപ്പ് നല്ല കട്ടിയിൽ അരച്ചെടുക്കുക. അപ്പോഴായിരിക്കും തേങ്ങയൊക്കെ നന്നായിട്ട് അരഞ്ഞു കിട്ടുക. നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് തേങ്ങ അരക്കുവാണെങ്കിൽ നന്നായിട്ട് അരഞ്ഞു കിട്ടില്ല. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ടൊരു കടായി എടുക്കുക. അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏകദേശം ഞാനൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ പട്ട ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ പട്ടയുടെ ഗ്രാമ്പൂവിൻ്റെ ഒരു ഫ്ലേവറാണ് ശരിക്കും ഈ കറിക്ക് നല്ലൊരു ഇത് കൊടുക്കുന്നത്, ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ പട്ട കുറച്ചധികം എടുക്കരുത്, ഞാനിപ്പോൾ എടുത്തത്രയും എടുക്കാം. പിന്നെ ഒരു 3 ഗ്രാമ്പൂ എടുക്കാം. ഗ്രാമ്പൂ അധികം ചേർക്കരുത്, ടേസ്റ്റ് മാറിപ്പോവും. ഇതിൻ്റെ കൂടെ പെരുംജീരകം വേണം. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ ചെറിയ ജീരകം ചേർക്കാം. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ നമ്മുടെ സ്പൈസസ് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുവാണ്. അപ്പോൾ സവോള നീളത്തിൽ തന്നെ അരിയാൻ ശ്രദ്ധിക്കാം. നമ്മളിനി സവോള ഒന്ന് വഴറ്റിയെടുക്കണം. സാധാരണ നമ്മൾ നോൺ വെജ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ സവോള വഴറ്റുമ്പോൾ ഉപ്പ് ചേർക്കാറുണ്ടല്ലേ. അപ്പോൾ അതുപോലെ വഴറ്റിയെടുക്കരുത്, കാരണം നമുക്ക് ഇതിന് ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ഒരുപാട് ബ്രൗൺ കളർ ആവാതെ നമുക്ക് വഴറ്റിയെടുക്കണം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി വന്നാൽ മതിയാവും, ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് സവോളയൊക്കെ ഫ്രൈ ആയിട്ട് വരും. അപ്പോൾ അങ്ങനെ വേണ്ട, നമുക്കിതുപോലെ സോഫ്റ്റായിട്ട് കിട്ടിയാൽ മതിയാവും. അപ്പോൾ ഈ ഒരു പരുവം വരെ നമ്മൾ വഴറ്റിയെടുക്കാം.
നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സവാളയൊക്കെ വഴറ്റിയിട്ട് അരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഗ്രേവി കുറച്ചും കൂടെ കട്ടിയിൽ കിട്ടും. ഞാൻ എന്തായാലും ഇതുപോലെ എളുപ്പത്തിൽ ചെയ്യുവാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കുവാണ്. അപ്പോൾ തക്കാളി നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അധികം പുളിയില്ലാത്ത തക്കാളി എടുക്കാം. ഇനി ഇതുകൊണ്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. ഈ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് പേസ്റ്റ് പോലെ ആവണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തക്കാളി അരച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചിട്ട് നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. അപ്പോൾ നല്ല ക്രീമി ആയിരിക്കും അതിൻ്റെ ആ ഒരു ഗ്രേവി. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ തക്കാളി വഴറ്റുന്ന സമയത്ത് ഞാൻ ഇതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കുവാണ്. അപ്പോൾ തക്കാളി പെട്ടെന്ന് വഴണ്ട് കിട്ടും. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ സംശയമുള്ളവരാണെങ്കിൽ ഇപ്പോൾ കുറച്ച് ചേർത്തിട്ട് പിന്നീട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തക്കാളി എല്ലാം ഉടഞ്ഞ് നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ തക്കാളിയുടെ തൊലിയൊക്കെ ഇങ്ങനെ അവിടെ കിടക്കേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അരച്ചെടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം അങ്ങനെ ആകുമ്പോൾ തക്കാളി ഇങ്ങനെ കിടക്കില്ല. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കേണ്ടത്. ഞാൻ ഏകദേശം ഒരു 6 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ പേസ്റ്റ് ആക്കിയതാണിത്. 1 ടീസ്പൂൺ ഉണ്ടാവും. അപ്പോൾ അത് ഇതിനകത്തേക്ക് ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് ചേർക്കാം. അപ്പോൾ ഞാൻ 1 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ നമ്മളിനി മുളക് പൊടിയും കൂടെ ചേർക്കണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ പച്ചമുളക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റാണ് വേണ്ടത്. അപ്പോൾ നന്നായിട്ട് ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട്. പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയുടെ കൂടെ തന്നെ നമ്മൾ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ മുളക് പൊടി എടുക്കുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി എടുക്കുവാണ്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന മുളക് പൊടി നല്ല എരിവുള്ളതാണ്. അപ്പോൾ ഞാൻ മുഴുവനായിട്ടും 1/2 ടീസ്പൂൺ ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ പൊടികൾ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആകെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ഇതിനകത്ത് ചേർക്കേണ്ടതുള്ളൂ. അപ്പോൾ പൊടികളൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. ഈ പൊടികളുടെ ഒരു പച്ചമണം മാറണം. അതേപോലെ ഒരു കാര്യം ശ്രദ്ധിക്കുക, പൊടികൾ ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചേർക്കാം. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നല്ല ക്രീമി ആയിട്ടുള്ള ഗ്രേവിയാണ് വേണ്ടതെങ്കിൽ ഇത്രയും നമ്മൾ തണുക്കാൻ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചിട്ട് നമ്മൾ ഗ്രേവി ആക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പം നല്ല തിക്കായിട്ടുണ്ടാവും. നല്ല കുറുകിയ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ എനിക്ക് ഇങ്ങനെ ഈ ഒരു രീതിയിൽ എളുപ്പമായിട്ട് തോന്നുന്നത്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ നമ്മൾ അരക്കണമെങ്കിൽ ഇതൊന്ന് തണുക്കാനൊക്കെ വെക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ആ പൊടികളുടെ. ഇനി നമ്മളത് അരപ്പാണ് ചേർക്കേണ്ടത്. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ, തേങ്ങയും പൊട്ടുകടലയും ചേർത്തിട്ട് അരച്ചിട്ടുണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മിക്സിയുടെ ജാറിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഗ്രേവിയുടെ കൺസിസ്റ്റൻസി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രത്തോളം തിക്കായിട്ട് വേണോ അതിനനുസരിച്ചിട്ട് ഈ ഗ്രേവിയുടെ തിക്നെസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറേശ്ശായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം വേണമെന്നുള്ളത്. അപ്പോൾ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാനാണെങ്കിൽ കുറച്ച് തിക്കായിട്ടായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾ വെള്ളം അതിനനുസരിച്ചിട്ട് കുറച്ച് ആഡ് ചെയ്താൽ മതിയാവും. അതേപോലെ റൈസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനാണ്, അതായത് പുലാവിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനാണെങ്കിൽ കുറച്ചും കൂടെ ഗ്രേവി ആയിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ എന്തായാലും ഏകദേശം ഒരു 2 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. എനിക്ക് കുറച്ച് ലൂസായിട്ടാണ് വേണ്ടത്. അതുകൊണ്ട് ഞാനൊരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. കുറേശ്ശായിട്ട് ഒഴിച്ചിട്ട് നോക്കുക എത്രത്തോളം വേണമെന്നുള്ളത്. അപ്പോൾ ഇത് നല്ല തിക്കായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. തേങ്ങയൊക്കെ ചേർത്തുകൊണ്ട് അതും തേങ്ങയുടെ കൂടെ തന്നെ നമ്മൾ പൊട്ടുകടലയും ചേർത്തിട്ടുണ്ട്. അത് തിളക്കുന്ന സമയത്ത് ഒന്ന് കുറുകി വരും. കുറുകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊട്ടുകടല ശരിക്കും ചേർക്കുന്നത്. അപ്പോൾ അത് തിളക്കുന്ന സമയത്ത് ഒന്നും കൂടെ ഒന്ന് കുറുകും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങളൊന്ന് വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇത്രയും എനിക്ക് വേണ്ട കൺസിസ്റ്റൻസി ഞാനിപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്
വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഒരുപാട് അങ്ങ് ലൂസാക്കരുത്, ടേസ്റ്റ് കാണില്ല. അപ്പോൾ ഞാൻ ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഏകദേശം ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ഒന്ന് തിളപ്പിക്കുക. അടച്ചു വെച്ച് തിളപ്പിക്കുക കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ അതിനകത്തേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിയില നമ്മൾ തേങ്ങ അരക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ വേണമെങ്കിൽ ചേർക്കാം, കുഴപ്പമൊന്നുമില്ല, സെയിം ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ കുറച്ച് നേരം കൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് തിളപ്പിക്കാം. അപ്പോൾ ആ എണ്ണയൊക്കെ മുകളിലൊന്ന് തെളിഞ്ഞ് വരുന്ന ഒരു പാകം വരുമ്പോൾ നമുക്ക് മതിയാക്കാം. ഇതാ നോക്കിക്കുക, നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി കുറുമ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഈ കുറുമ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. നിങ്ങളൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അത്രയും ടേസ്റ്റിയാണ്, അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. തക്കാളിയും സവോളയും മാത്രമേ വേണ്ടുള്ളൂ ഇതിന് മെയിനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റിൽ തന്നെ അറിയിക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കൂട്ടുകാർക്കൊക്കെ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്